നമ്മളെ ഒപ്പോണൻ്റ് ആരാണ്? ഓക്കെ, ഡിവിഷൻ 2 തന്നെയാണ്. നമ്മൾ ഏറെക്കുറെ ഡിവിഷൻ 1 ആവാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഡിവിഷൻ 1 ആവും. കുറച്ച് ദിവസമല്ല, ചിലപ്പോൾ ഇന്ന് തന്നെ ആവുമായിരിക്കും. നോക്കട്ടെ ഗെയിം പ്ലേ ഇപ്പോൾ ഇടാൻ കഴിയുമെന്നറിയില്ല ഗൈസ്. ഫേസ് ക്യാം വർക്കിംഗ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ എന്തായാലും ഇസാക്ക് എംബാപ്പയാണ് ഫോർവേഡ് ഇട്ടിട്ടുള്ളത്. റോഡ്രീനെ ഇട്ടിട്ടുണ്ട്. ഷൗമനി മാറ്റി. ബാക്കി എല്ലാവരും ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഇസാക്കും എംബാപ്പയും. ഇസാക്കിനെ ഞാൻ ഇതുവരെ കളിപ്പിച്ചിട്ടില്ല. ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. 4-1-2-3 ആ ഫുൾ ടൈം ലാസ്റ്റ് 5 സെക്കൻഡ് വരെ ഞാൻ ഇവന് വെയിറ്റിംഗ് ആയിരുന്നു. ഒരവസ്ഥയാണ്. ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഭയങ്കര ഡെസ്പാണ് സത്യം പറയാലോ. എന്തായാലും നമ്മളെ മാച്ച് എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. അവൻ 5 സെക്കൻഡ് ആകുമ്പോഴാണ് റെഡി അടിച്ചത്. പിന്നെ വേറെ എന്താ പറയണ്ടേ. ഓക്കെ, നമ്മളെ മാച്ച് എന്തായാലും തുടങ്ങിയായി. സെവിഗോ റോഡ്രി. ഓക്കെ, എംബാപ്പ എടുത്തിട്ടുണ്ട്. നൈസ്. നമ്മൾ ഇക്കളി മാക്സിമം ഡബിൾ ടച്ചും അതേപോലെ ഫേക്ക് ഷോട്ടും കൺട്രോൾ ചെയ്ത് പഠിക്കാൻ പോവാണ്. ഏറെക്കുറെ സെറ്റായി വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് ലെവലാക്കി കൊണ്ടു. അത് ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആക്കണം. പിന്നെ പൊസിഷൻ എടുക്കണം. അത്ര പ്രശ്നമുള്ളൂ. ഓക്കെ, നൈസ്. ഓ, തെറ്റിപ്പോയി. ഇസാക്ക് റൺ ചെയ്യോ എന്തോ മര്യാദയ്ക്ക്. ഓക്കെ, റോഡ്രി എടുത്തില്ല. എംബാപ്പെ. ഓ, ഫേക്ക് ഷോട്ട്. എന്താ ഒപ്പോണൻ്റ് ഇടുന്ന ഫേക്ക് ഷോട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും. ബിസാക്ക നൈസായിട്ട് മെല്ലെ പാസ് ഇട്ടിട്ട് പോകുന്നുണ്ട്. ഡിയോങ്. ഇസാക്ക് ആൻഡ് എംബാപ്പെ നടന്നില്ല. ഇസാക്കിന് അവിടെ എന്തുകൊണ്ട് ഞാൻ ഫേക്ക് ഷോട്ട് ഇട്ടില്ല ഗൈസ്. പിന്നെയാണ് ആലോചിച്ചത്. പൊസിഷൻ എടുക്കുന്നില്ല പ്ലേയേഴ്സ്, അതാണ് സീന്. അവൻ്റെ ടീമിന് കറക്റ്റായിട്ട് എൻ്റെ പ്ലേയേഴ്സ് പൊസിഷൻ എടുക്കുന്നില്ല. അവൻ്റെ ഫോർമേഷൻ 4-2-1-3 തന്നെയല്ലേ. ബ്രൂണോ പാസ് എംബാപ്പെ. നൈസ് പാസ്. ഓക്കെ, നല്ല ബ്ലോക്കിംഗ് ആയിരുന്നു. ഇസാക്ക് ഗൈസ്. പാസ് എംബാപ്പെ. ബാക്ക് ടു ഇസാക്ക്. ഇറ്റ്സ് ഇസാക്ക് ആൻഡ് ഈസി ഗോൾ ചാൻസ്. യെസ്, അവൻ അടുത്തേക്ക് പോയപ്പോൾ ഞാൻ വെച്ച് പോയിന്ന്. ഭയങ്കര സ്പീഡാണല്ലോ റണ്ണിങ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അത്ര അടുത്ത് എത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഫിനിഷ് ചെയ്തത്. പക്ഷെ ഭയങ്കര ക്ലോസ് ആയിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ഗോൾ അടിച്ചിട്ടുണ്ട് എന്തായാലും. ഡേവിസ്. ഡിയോങ്. ബ്രൂണോ. പാസ് എംബാപ്പെ. നൈസ്. ഡിയോങ്. ബ്രൂണോ എടുത്തിട്ടുണ്ട് ഗൈസ്. ഡിയോങ്. ഡേവിസ്. ബ്രൂണോ ഫെർണാണ്ടസ്. എന്ത് പാസ്സാടാ. ഓ, കിട്ടി. ഫേക്ക് ഷോട്ട്. അതെൻ്റെ ജോയ്സ്റ്റിക്ക് കൺട്രോളിങ് തെറ്റിപ്പോയി ഗൈസ്. ഫേക്ക് ഷോട്ട് കറക്റ്റായിട്ട് വരേണ്ടതായിരുന്നു. ഏതാടത് കുറേ നേരം ഇങ്ങനെ പോസ് അടിച്ച് കളിക്കുന്ന ഗൈസ്. വെറുതെ അതും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നേരത്തെ 5 സെക്കൻഡ് വരെ എന്നെ എത്തിച്ച് ഇപ്പോൾ വെറുതെ ഉണ്ട് പോസ് അടിച്ച് വെച്ചിരുന്നതിന്. പാസ് ബെർണാഡോ. റോഡ്രി. ഇസാക്ക്. നൈസ് പാസ്. എംബാപ്പെ. ബ്രൂണോ. ബാക്ക് ടു എംബാപ്പെ. ഏടാ ഫേക്ക് ഷോട്ട് ഇട്ടാൽ മതിയായിരുന്നു. കിട്ടി ഇല്ല. ഡിയോങ്. ബ്രൂണോ. ഫേക്ക് ഷോട്ട്. ബെർണാഡോ. ഈസി ഫിനിഷ്. ഫൈനലി ഗൈസ് ഫേക്ക് ഷോട്ട് ഇട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. അത് പൊളിച്ച്. ഫേക്ക് ഷോട്ട് ആൻഡ് ബൂം. 2-0. 8 ലോസ്. 8 അല്ല 12-14 ലോസും. അവസ്ഥയാണ് ഗൈസ് അവസ്ഥ. ഡേവിയസ്. ഡിയോങ്. ബ്രൂണോ. ഓക്കെ, എടാ അത് എംബാപ്പയ്ക്ക് കൊടുത്ത് ഞാൻ പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ ഡിസിഷൻസ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ. ഓക്കെ, എംബാപ്പെ ഡബിൾ ടച്ച്. ഫിനിഷ്. വാട്ട് എ സേവ് മാൻ. എടാ നൈസ് ഡബിൾ ടച്ച് ആയിരുന്നു. ഓക്കെ, എന്തായാലും അവൻ വന്നിട്ടുണ്ട് ഗൈസ്. എടാ ഇത് ഇവന് പ്രാന്തങ്ങാറ്റാടാ. വെറും പോസ് അടിച്ച് കളിക്കലാണ്. സെപ്പി സ്റ്റേക്കർ. ബെർണാഡോ സിൽവ. ഒരു ഗോളും കൂടി അടിച്ചാൽ സെലിബ്രേറ്റ് എങ്ങാനും ചെയ്യാമായിരുന്നു. നോക്കിയിട്ട് ചെയ്യും. ഏടാ നൈസ് ഹെഡർ. പക്ഷെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകണമായിരുന്നു. വീണ്ടും പോസ് അടിച്ച് കളിക്കുന്നത്. സബ് ഇറക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഇറക്കിയല്ലേ. വെറുതെ ഇങ്ങനെ പോസ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് ഒരു സബ് ഇറക്കാൻ വേണ്ടി തന്നെ 10-30 സെക്കൻഡ് വേണം അവന്. ഒന്നങ്ങാണ്ട് രസാക്കണ്ട. ഒന്നങ്ങാണ്ട് ഇറക്കിയിട്ടുള്ളൂ. ഓക്കെ, ഡെബ്രോയിന. നൈസ്. എംബാപ്പെ. ഓ, സീന് ഇല്ല, കുഴപ്പമില്ല. ഡേവിസ് അവിടെ എന്തെല്ലോ ചെയ്ത് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു.
എടാ മിസ് പാസിങ്. എംബാപ്പെ സല നാച്ച് ബ്ലിറ്റ്സ് എങ്ങാണ്ടാണെന്ന് ജസ്റ്റ് മിസ് ഗൈസ്. ബ്ലിറ്റ്സാൻ്റെ അങ്ങനെ അത് സ്കോർ ചെയ്തിട്ട് അത് ഇത് സെലിബ്രേറ്റും ചെയ്ത് കുറേ നേരം പോസ്റ്റ് അടിച്ച് വെച്ചിരിക്കണം അവന്. ഡേവിസ് പാസ്റ്റ് ബ്രൂണോ, പാസ്റ്റ് എംബാപ്പെ, ബ്രൂണോ ഫെർണാണ്ടസ്, ഹെവിഗോ ഡിയോങ്, നൈസ് അറ്റാക്ക്, എംബാപ്പെ ഡബിൾ ടച്ച് ആൻഡ് ഫിനിഷ്. ഇറ്റ്സ് കിലിയൻ എംബാപ്പെ ഗൈസ്. ഫേക്ക് ഷോട്ട്, ഡബിൾ ടച്ച് രണ്ടും ഗോൾ അടിച്ചിട്ടുണ്ട്. ഉഫ്, അപ്പോൾ ഇതിലെത്ര അങ്ങനത്തെ ഷോട്ട് ട്രൈ ചെയ്ത് അറിയാം. ഫസ്റ്റ് ഹാഫിൽ ഞാൻ കുറേ ഫേക്ക് ഷോട്ട് നോക്കി, പക്ഷെ ഒന്നും ഒരു കണക്റ്റഡ് ആയിട്ട് വന്നിട്ടില്ല. ഈ എംബാബെ വന്ന ഇവിടെ നിന്ന് അറിയോ, അറബിക് കമൻട്രിയിൽ ഇങ്ങനെ പറയാം, എംബാബി എന്നാ പറയുക. അത് കേട്ട് വയ്യ വായിൽ എംബാബി തന്നെ വരുന്നത്. ഓക്കെ, ഫേക്ക് ഷോട്ട്, ഫിനിഷ്. ജസ്റ്റ് മിസ്സറാ. അടിക്കുവാണ് ഗൈസ്. കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട് കുറച്ച് എന്താ പറയുക കളിച്ച് വരുമ്പോൾ. ഓക്കെ, ഇസാക്ക്, എംബാപ്പെ ഡബിൾ ടച്ച്, ഇറ്റ്സ് എംബാപ്പെ. എടാ ആ ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. നല്ല ബോട്ടം കോർണറിലേക്കാണ് പോകുന്നുണ്ടായി. കഴിയുന്നില്ല. എടാ വീണ്ടും പോസിറ്റീവ് തേങ്ങ. ഓക്കെ അപ്പോൾ ചെക്കൻ എന്തായാലും പോസ് ചെയ്ത് അവസാനം പോസിങ്ങിൽ ക്വിറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. റേജ് ക്വിറ്റ്. അപ്പോൾ നമ്മളെ മാസ്റ്ററിങ് ആയിരുന്നു DTയും ഫേക്ക് ഷോട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 1777 അടിച്ചിട്ടുണ്ട്. ഡിവിഷൻ 1 എത്താറായിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അണ്ടർ നെക്സ്റ്റ് വീഡിയോ ബൈ. ഫേസ് ക്യാം ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഭാഗ്യം, അത്രേ പറയാനുള്ളൂ. ഓക്കെ ബൈ.